ചങ്ങായിമാരെ നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പോത്തുംകുട്ടികളെ കൊടുത്തു. ഇപ്പോൾ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 3 കുട്ടികളെ എടുത്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ഒരുത്തൻ. അതിൽ ഇവനാണ് ഇത്തിരി കൂട്ടത്തിൽ ഇത്തിരി ചെറിയവനുള്ളത്. ഇവനാണ്. പിന്നെ അതേ വേറെ ഒരുത്തനും കൂടി ഉണ്ട്. നമ്മളെടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയുടെ അടുത്ത് അതിൻ്റെ. അപ്പം നമ്മൾ വീഡിയോ എടുക്കാത്തതിൻ്റെ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വന്നതിൻ്റെ ക്ഷീണവും പിന്നെ ഓരത്തിന് ചെറുതായിട്ട് ചുമയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാവട്ടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അങ്ങനെയാണ് മൂന്നാമത്തവൻ. നമ്മൾ ഈ പ്രാവശ്യത്തെ ലക്ഷ്യം 6 6 വളർത്താനുള്ളൊരു പരിപാടിയിലാണ് ഈ പ്രാവശ്യം നിൽക്കണത്. ഇപ്പോൾ 3 കൊടുക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയിലായിട്ട് ഒരു 3 കൂടിയും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലേ പോത്തിന് ഈ വീഡിയോ കാണുന്നവർ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചന്തയിലൊന്നും പോയി എടുക്കാനായിട്ട് നിൽക്കണ്ട. അത്യാവശ്യം നല്ല പോലെ റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ മുറ പോത്തിന് പറയുന്ന ഏകദേശം ആ ഒരു നമ്മൾ തൂക്കം വെച്ചിട്ട് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു റേറ്റിലേക്ക് തന്നെയാണ് ചന്തയിലും റേറ്റ് വരുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര വില വരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എടുക്കുന്ന പാർട്ടികൾ ഡയറക്റ്റ് അവിടെ നിന്ന് എടുക്കുന്ന പാർട്ടികൾ ആരെങ്കിലും പരിചയമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നെങ്ങാനും കുട്ടികളെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളങ്ങനെ ഡയറക്റ്റ് എടുക്കുന്നതാണ് കുട്ടികളെ. അപ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പം വരുന്നില്ല. എന്നാലും റേറ്റ് ഇത്തിരി കൂടി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പെരുന്നാൾ കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് റേറ്റിൻ്റെ ഇതിലൊക്കെ ഒന്നൊരു മാറ്റം വരുള്ളൂ. ഇപ്പോൾ പൊതുവേ പോത്തിനെ വളർത്തുന്ന ആൾക്കാർ ഒക്കെ എണ്ണം കൂടുതലും വളർത്താനായിട്ട് ആൾക്കാർ ഇറങ്ങലൊക്കെ ആയപ്പോഴേ പണ്ടത്തേനെ പോലെയല്ല. ഇപ്പോൾ പോത്തുകുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് വരുന്നത്. പണ്ട് ഒക്കെ പോത്തിനെ 3000 രൂപയ്ക്ക് 4000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ അതുപോലൊന്നും ഇനി കിട്ടില്ല. ഏകദേശം ഒരു 10 രൂപ 12 രൂപ അതും ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ഒരു റേഞ്ചിലേക്കാണ് പോത്തുകുട്ടികളുടെ റേറ്റൊക്കെ പോകുന്നത്. ഇപ്പം നമ്മൾ ഡീലർമാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാലും ചന്തയിൽ സംസാരിക്കുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാലും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. പോത്തുകുട്ടികൾ ആവശ്യക്കാരേറിയതുകൊണ്ട് അന്യ സംസ്ഥാനത്തിലുള്ള എന്നാണല്ലോ ഈ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പോത്തുകുട്ടിയുടെ റേറ്റ് ഇനി കൂടി തന്നെയാണ് നിൽക്കുള്ളൂ. ഇനി പഴയ പോലുള്ളൊരു ഇതിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറവാണ് എന്നാണ് നമുക്ക് മൊത്തത്തിൽ ചന്തയിലുള്ള ആൾക്കാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പരിപാടി ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയോളമായല്ലോ. ഇപ്പോൾ അവരുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് വിടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നിന്നത്. അപ്പോൾ ഇന്ന് ഈ കൊണ്ടുവന്ന ആ സമയത്തുള്ള ചാണവും കാര്യങ്ങളെല്ലാം അടക്കം അവരുടെ മേത്തുണ്ട്. അപ്പോൾ ഒന്ന് കുളിപ്പിക്കാനുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ നിൽക്കണത്. അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള തേച്ച് ഉരച്ചുള്ള കുളിയൊന്നും ഇല്ലെങ്കിലും വെറുതെ ആ മേത്ത ചാണവും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാനായിട്ട് ഓരോരുത്തന് ചുമ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുളിപ്പിക്കൽ ഇത്ര ലേറ്റായത്. അപ്പോൾ നന്നായി കുളിപ്പിക്കണം. പിന്നെ ഇവർ ഈ പുറത്തുനിന്ന് വരുന്നവരല്ലേ, അവർ ഇങ്ങനെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെവിയിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ടാവും. ഈ ചെവിയിൽ അത്യാവശ്യം അഴുക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചയൊക്കെ വന്ന് മുട്ടയിടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ നിൽക്കണത്. അപ്പോൾ നമ്മൾ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കാൻ പോവാണ്. ഇത് നമ്മൾ കുളിപ്പിക്കണതും ചെവി ക്ലീൻ ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഇവരെ ആദ്യമായിട്ട് കുളിപ്പിക്കാനായിട്ട് നിൽക്കണ കാരണം എന്താവും എന്നുള്ളത് അറിയില്ല. സമ്മതിക്കുമോ ഗുസ്തി പിടിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ പരമാവധി നമ്മൾ ശ്രമിക്കാം. ചെവി ക്ലീൻ ചെയ്യുന്നതും ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പരമാവധി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് കുളിപ്പിക്കുന്ന പരിപാടികളിലേക്ക് കിടന്നാലോ.
അപ്പോൾ ഇത് ഒരുത്തനെ അഴിച്ചിട്ട് വിവേക് ബ്രോ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളവിടെ തണൽ തീർത്തിട്ടാണ് കുളിപ്പിക്കാറ്. ഒരുത്തന്നെ കൂട്ടത്തിൽ നിന്ന് അഴിച്ചു കൊടുന്നതിന് അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവർ. അപ്പോൾ കുളിപ്പിക്കാനുള്ള പരിപാടി ബ്രോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടാളും കൂടിയാണ് ഉരയ്ക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ വീഡിയോ എടുക്കലും രണ്ടും കൂടി നടക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം ബ്രോ ഒറ്റയ്ക്കാണ് കുളിപ്പിക്കുന്നത്. ഇവരെ കുളിപ്പിക്കുന്നതിൻ്റെ ഒരു ഇത് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഇവർ ഈ നന്നായി ഉരച്ച് കുളിപ്പിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടി വളർച്ചയ്ക്കും കൂടി അതൊരു ഗുണമെന്നുള്ളൊരു ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ട് എത്രത്തോളം അതിൽ സത്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലൊന്നും നമുക്കറിയില്ല. എന്നാലും നമ്മൾ കുളിപ്പിക്കൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ കുളിപ്പിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു തവണ കുളിപ്പിക്കും. അതുപോലെ തന്നെ ചെവിയും ക്ലീൻ ചെയ്യാറുണ്ട് നമ്മൾ. നമ്മൾ കുളിപ്പിക്കാനായിട്ട് സോപ്പ് പൊടി ആണ് എടുക്കാറ്. ഇപ്പോൾ വേഗം ഈ സോപ്പ് പൊടി ഇട്ട് കുളിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ കഴുകലും വെള്ളമൊഴിച്ച് ഇതാക്കണം. പിന്നെ ഇവർ കുട്ടികളായ കാരണം അധികം ഓരോള്ള ബ്രഷോ ഓരോള്ള സാധനങ്ങളൊന്നും ഇട്ട് കഴുകാൻ പാടില്ല. ഇപ്പം നമ്മൾ വക്കോൽ ഉണ്ടാക്കി പിടിച്ചിട്ട് അതുകൊണ്ടാണ് കഴുകുന്നത്. ഈ സോപ്പ് പൊടി ഇട്ട് കഴുകണതിൻ്റെ ഒരു ഇത് പറയുന്നത് ഇവരുടെ മേല് വല്ല പട്ടുണ്ണിയോ പേനോ അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ പോകാനായിട്ട് നല്ലതാണ് ഈ സോപ്പ് പൊടി ഇട്ട് കഴുകുന്നത്. അപ്പോൾ അവർ തന്നെ കുളിപ്പിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി ചെവി ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെയാണ് ചെവി ക്ലീൻ ചെയ്യുന്ന. കണ്ടോ ഇത്ര ഉണ്ട് ഇതിൽ. ഇത് നമ്മൾ ചെവി നന്നായിട്ട് ക്ലീൻ ചെയ്തപ്പോൾ കുട്ടികളല്ലേ. അപ്പം നമ്മൾ മറ്റേ ഈ വേപ്പെണ്ണ അല്ലെങ്കിൽ മറ്റേ സാധാ വെളിച്ചെണ്ണയിൽ പച്ചക്കർപ്പൂരം പിന്നെ നമ്മൾ ഇത് ക്ലീൻ ചെയ്തിട്ടേ എന്തെങ്കിലും എണ്ണ തേച്ച് കൊടുക്കുക. വേപ്പെണ്ണ അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് സാധാ വെളിച്ചെണ്ണയിൽ ഒന്ന് കുലുക്കിയിട്ട് തേച്ചാലും കുഴപ്പമില്ല. അതും ഈ വേപ്പെണ്ണയുടെ ഒരു എഫക്റ്റ് കിട്ടും. കൊതുവൊന്നും ഇരിക്കില്ല, ഈച്ച കയറി വരില്ല, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്യാം. ഇപ്പോൾ കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിന് ഒരു ചെവി ആണ് ഇപ്പോൾ ക്ലീൻ ചെയ്തേക്കണത്. ഇനിയിപ്പോൾ ഒന്നും കൂടി നോക്കട്ടെ. ഒന്നുകൂടി നോക്കിയിട്ട് ഇനിയിപ്പോൾ മൊത്തമായിട്ട് ക്ലീനാക്കി എടുക്കണം അതിനെ. എന്നിട്ട് വേണം നമുക്ക് മറ്റേ എണ്ണ ഇട്ടിട്ട് അതായത് ഇനി ഈച്ച കയറണ്ട. എന്തായാലും കുറച്ച് അതിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ കയറും. അപ്പോൾ നമ്മളിങ്ങനെ കൈയോടെ ക്ലീൻ ചെയ്ത് വരാണെങ്കിൽ അയച്ചങ്ങൾക്കും ഒരു സമാധാനം, സുഖം, സുന്ദരം. ചെവി ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെ കണ്ട് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ വിരലിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് മടിയുള്ളവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് മടിയുള്ളവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു തുണി കഷ്ണം ഒരു അധികം മോനയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വടിയുമ ചുറ്റിയിട്ട് ബഡ്സ് പോലെ ആക്കിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്താലും മതി. ഈച്ചയും കാര്യങ്ങളൊന്നും വന്നിരിക്കാതിരിക്കാൻ ഈച്ച വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാലും ഒക്കെ ഭയങ്കര വിഷയമാണ്. പിന്നെ ഇവർ ചെവിയിൽ ഈച്ച കയറിയിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥയായിരിക്കും. തിന്നൂല്ല, ഈ ചെവി ഇങ്ങനെ ആട്ടി അങ്ങനെ നിൽക്കുള്ളൂ. ഇതിപ്പോൾ ഈ ആദ്യത്തെ ആയ കാരണം കേട്ടോ ഇത്തിരി കുസ്തി പിടിക്കുന്നത്. ഇത് കുറച്ചൊന്ന് ശീലമായി കഴിഞ്ഞാൽ അവർ നിന്ന് തരും. ഇതിൻ്റെ വിചാരം നമ്മൾ കൊല്ലാൻ പോകാന്നാ.
എല്ലാം കഴിഞ്ഞു ഇവിടെ വരെ വേണ്ട ക്ലിയറായി. ഇപ്പോൾ ഇങ്ങനെ ക്ലിയറായിട്ടിരിക്കണം ചെവി ഏതുനേരം. ഇനി അടുത്ത ചെവി. കഴുകുമ്പോൾ ചെവിയിലേക്ക് ഓവറായിട്ട് വെള്ളം അടിക്കരുത് കേട്ടോ. ഇവിടെ അതൊക്കെ ഒന്ന് അതുകൊണ്ട് അതിലൊന്ന് അരച്ചിടേ, അല്ലെങ്കിൽ വക്കോല് വെച്ചിട്ടൊന്ന് ഇറക്കിയേ. അങ്ങനെ ചെയ്തിട്ടിട്ട് വെറുതെ മുകളിലേക്ക് വെള്ളം അടിച്ചിട്ട് വെറുതെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൈകളയാ. പിന്നെ ബാക്കി തുണി കൊണ്ട് എടുത്താൽ മതി. ഇതിൽ ഉണ്ട് പ്രകാശ ഉണ്ടോ? ഇതിപ്പോൾ നമ്മൾ ചെളിയിലേക്കൊന്നും ഇറക്കാത്ത കാരണം കേട്ടോ. ഇത് ചെളിയിലേക്കും കൂടി ഇറക്കി കഴിഞ്ഞാൽ മറ്റേക്ക് വന്നിരിക്കുന്ന സുഖമാണ് ഈച്ചയ്ക്ക്. അതായത് പോത്തിനെ വളർത്തുന്ന ആൾക്കാർക്ക് നമ്മുടെ ആശാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, അറപ്പ് പാടില്ല അത്. അത് ചിലർക്ക് ഇങ്ങനെയൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി നോക്കില്ല. ഇവരെ തീറ്റ കൊടുക്കുന്നതിന് മാത്രമല്ല, ഇതിലൊക്കെ വലിയ 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 സത്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ ക്ലീൻ ചെയ്യുന്നതിലേ, ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈച്ചകളുടെ ഈച്ചക്ക് കയറി കഴിഞ്ഞാൽ ഈച്ചകൾ പിന്നെ തിന്നാൻ നോക്കില്ലേ. ഈ ഈച്ചനെ കളിപ്പിച്ച് നിൽക്കണോ? അപ്പോൾ ഒരാളെ കുളിപ്പിക്കൽ കഴിഞ്ഞു, ഇനി രണ്ടെണ്ണത്തിനെ കൊണ്ട് കുളിപ്പിക്കാണ്ട്. അപ്പോൾ മഴക്കാർ വരുന്നുണ്ട്, അപ്പം അതിന് മുമ്പ് കുളി അവസാനിപ്പിച്ച് കയറ്റണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെവി ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളാ കൊടുക്കണ സമയമായ കാരണം നമുക്ക് പറ്റിയില്ല, പിന്നെ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. പിന്നെ അവർ വലിയവരല്ലേ, അപ്പോൾ അങ്ങനെ അത്ര എളുപ്പമല്ല. ഇവരുടെ പോലെ ഒരാൾ പിടിക്കണം, ഒരാൾ തുടയ്ക്കണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് കുളിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഇനി ബാക്കിയുള്ളവരെയും കൂടി അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.